നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അടുത്ത ലക്ഷ്യം കേരളമാണെന്ന് എല്ലാവർക്കും അറിയാം. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ 4-5 മാസത്തിനുള്ളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയുമാണ്. അതിൽ തമിഴ്നാട്ടിൽ BJPക്ക് വലിയ കാര്യമില്ല, പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അങ്ങനെയല്ല. ബീഹാറിന് ശേഷം BJPയുടെ സകല ശ്രദ്ധയും സർവശക്തിയും കേരളത്തിൽ കേന്ദ്രീകരിക്കാനുള്ള നീക്കം മുന്നോട്ട് പോവുകയാണ്. ബീഹാർ കഴിഞ്ഞാൽ കേരളം എന്ന മുദ്രാവാക്യമാണ് BJP രഹസ്യമാക്കി വച്ചിരിക്കുന്നത്. ഇനി മോദിയുടെയും ഷായുടെയും കേന്ദ്ര BJP നേതൃത്വത്തിനെയും സമ്പൂർണ്ണ ശ്രദ്ധ കേരളത്തിലായിരിക്കും. കാരണം തമിഴ്നാട്ടിൽ ഇപ്പോൾ അവർക്ക് 5 MLA-മാരുണ്ട്. AIADMKയുമായി ഇതിലുള്ള ആ ഒരു ബാന്ധവത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15ഓളം സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് BJP തമിഴ്നാട്ടിനെ ഇപ്പോൾ അവർ തങ്ങളൊരു ടാർഗറ്റാക്കി വച്ചിട്ടില്ല. എന്നാൽ കേരളം അങ്ങനെയല്ല. കേരളത്തിൽ BJP 5-6 സീറ്റ് പിടിച്ചാൽ ഒരു തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു തൂക്ക് നിയമസഭ വരുമെന്ന് BJP നേതൃത്വത്തിന് നന്നായി അറിയാം. കാരണം കേരളത്തിൽ BJP ഒരു 7 സീറ്റ് അല്ലെങ്കിൽ 5 സീറ്റ് പിടിക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് അപ്പോൾ അവിടെ ഒരു തൂക്ക് നിയമസഭ വരും. തമിഴ്നാട്ടിലേതുപോലെയല്ല. അങ്ങനെ വരുമ്പോൾ BJPക്ക് ചില രാഷ്ട്രീയ നീക്കങ്ങൾ കേരളത്തിൽ നടത്താൻ കഴിയും, ചില രാഷ്ട്രീയ കളികൾ കേരളത്തിൽ നടത്താൻ കഴിയുമെന്ന് മോദിക്കും ഷാക്കും നന്നായി അറിയാം. അങ്ങനെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് കേരളത്തെ അവർ തങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റായിട്ട് വച്ചിരിക്കുന്നത്. ബീഹാറിലെ തേരോട്ടം പൂർത്തിയായി. ഇനി തെക്കേ ഇന്ത്യയിലെ കേരളത്തിലേക്ക് തിരിയുക എന്നതാണ് BJP RSSും തങ്ങളുടെ അണികൾക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. RSSന്റെ കേന്ദ്ര നേതൃത്വം കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം കൊടുക്കുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ആകമാനം ഹിന്ദു സംഗമങ്ങളടക്കം നടത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടിയുമായി RSS നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. എന്നാൽ BJP പ്രത്യക്ഷമായിട്ട് അതിൽ സഹകരിക്കുന്നില്ല. അവർ അതിൽ പിന്നിൽ നിൽക്കുകയുള്ളൂ. BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2 മുന്നണികളിൽ നിന്നും പരമാവധി വോട്ടുകൾ സംഭരിക്കുക എന്നുള്ളതാണ്. തെക്കൻ ജില്ലകളിൽ നിന്ന് UDFൽ നിന്നും വടക്കൻ ജില്ലകളിൽ CPMൽ നിന്നും പരമാവധി വോട്ടുകൾ ചോർത്തിയെടുക്കുക. ഒരു തരത്തിലുള്ള വോട്ട് ചോരി എന്ന് വേണമെങ്കിൽ പറയാം. പരമാവധി വോട്ടുകൾ ചോർത്തിയെടുത്ത് 4-5 സീറ്റിൽ തങ്ങളുടെ ജയം ഉറപ്പിക്കുക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. 4-5 സീറ്റിൽ BJPക്ക് ലഭിച്ചാൽ പിന്നെ തൂക്ക് നിയമസഭ കേരളത്തിൽ വരും. അത് മോദിക്കും അമിത്ഷായ്ക്കും നന്നായി അറിയാം. കാരണം പിന്നെ ഒരു 72-71 CPM ആയാലും അല്ലെങ്കിൽ LDF ആയാലും UDF ആയാലും 72-68 ആ രീതിയിലുള്ള, അല്ലെങ്കിൽ 71-69 ആ രീതിയിലുള്ള ഒരു തലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലം പോകുമെന്ന് BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ ആ പാർട്ടിയുടെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു തൂക്ക് നിയമസഭ കൊണ്ടുവരിക എന്നുള്ളതാണ് തങ്ങളുടെ തന്ത്രമെന്ന് BJP ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കാരണം BJPയുടെ ആസ്ഥാന വിദഗ്ധർ കേരളത്തിലൊരു തൂക്ക് നിയമസഭ അടുത്ത തവണ വരട്ടെ, എന്നിട്ട് പിണറായി വിജയൻ അധികാരത്തിലിരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള നീക്കമാണ് നടന്നത്. കാരണം വെച്ചാൽ അതല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഒരു 72-73 സീറ്റ്, ഒരു 65 സീറ്റ് UDFന്, ബാക്കി 5 സീറ്റ് BJP മുന്നണിക്ക്, ആ രീതിയിലുള്ളൊരു ഫോർമുലയാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇവിടെ തൂക്കും നിയമസഭ വരാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കും. പലയിടങ്ങളിലും ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും 90കളിൽ ഈ തൂക്ക് മന്ത്രിസഭയുടെ ഇടയിലൂടെയാണ്, യഥാർത്ഥത്തിൽ 80കളിലൊക്കെ നോക്കിയാൽ അറിയാം, തൂക്ക് മന്ത്രിസഭയുടെ ഇടയിലൂടെയാണ് BJP കളം പിടിച്ചത്. ജനതാദൾ UPയിലും ബീഹാറിലും ഒക്കെ ഈ തൂക്ക് നിയമസഭകൾ ജനതാദളിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ കാലത്ത് തൂക്ക് നിയമസഭകൾ ഉണ്ടായപ്പോൾ BJPയുടെ പതിയെ പിന്തുണ അവർക്ക് ലഭിച്ചു. അങ്ങനെയാണ് BJP നുഴഞ്ഞു കയറി ഒരു പ്രധാന പാർട്ടിയായി തീർന്നത്. കേരളത്തിലും ഈ ഒരു തൂക്ക് നിയമസഭ BJP ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ BJP നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പിന്നെ BJP പ്രത്യേക ഒരു രാഷ്ട്രീയ സ്വാധീനം അവിടെ നേടും. കാരണം കേരളത്തെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് കൊണ്ടുപോകുക അത്ര എളുപ്പമല്ല. കൊണ്ടുപോകാൻ UDFോ LDFോ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. രാഷ്ട്രപതി പറഞ്ഞത് അല്ലാതെ ഇനിയിപ്പോൾ UDFും LDFും ഒരുമിച്ച് നിന്ന് കേരളത്തിൽ BJP എതിർക്കുന്ന അവസ്ഥയും ഒരു പക്ഷേ ഉണ്ടാകില്ല. ഏതെങ്കിലും അങ്ങനെ വന്ന CPMൻ്റെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ അസ്തിത്വം ഇല്ലാതെയാകും. അതുകൊണ്ട് ഈ തൂക്ക് നിയമസഭ വരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് BJP മുന്നോട്ട് പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ്, അതിനുള്ള തന്ത്രമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ കേന്ദ്ര നേതൃത്വം ആവിഷ്കരിക്കുന്നതെന്നാണ് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.